നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷിൽ യൂണിറ്റ് 5 ഹോണസ്റ്റി പേസിലെ ആക്ടിവിറ്റി 2വുമായിട്ടാണ്. മാച്ച് ദ വർക്കേഴ്സ് വിത്ത് റൂൾസ് എന്നാണ് ഈ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗം. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Here are the pictures of some workers and their tools. Match them with their tools. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് വർക്കേഴ്സിൻ്റെയും അതേപോലെ തന്നെ അവരുടെ ടൂളിൻ്റെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഒരു മാച്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേതാണ്, നമ്മുടെ ബാർബറും സിസറും തമ്മിലാണ് മാച്ച് ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. നോക്കിയോ, ആദ്യമായിട്ട് വരിക ഒരു മെക്കാനിക് അവിടെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മെക്കാനിക്കിൻ്റെ ഒരു ടൂൾ എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു പൈപ്പ് റഞ്ചാണ്. പൈപ്പ് റഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിച്ചു വാരുന്ന ആളാണ്. അടിച്ചു വാരാൻ പറ്റിയ ഒരു ടൂൾ എവിടെയുള്ളൂ, അത് ചൂലാണ്. ചൂലിന് നമ്മൾ ഇംഗ്ലീഷിൽ ബ്രൂം എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം, ചൂല് അല്ലെങ്കിൽ ബ്രൂം. ഇനി അടുത്തതായിട്ടൊരാൾ പെയിൻറ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പെയിൻറ് ചെയ്യുന്ന ആളെ നമ്മൾ പെയിൻറ്റർ എന്നാണ് പറയുക. പെയിൻറ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ സാധനമേ ഉള്ളൂ, അത് ബ്രഷാണ്. അപ്പോൾ അത് നമുക്ക് അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ആശാരിനെയാണ് കാണാൻ പറ്റുന്നത്. ആശാരിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, കാർപ്പൻറ്റർ എന്നാണ് പറയുക. ആശാരി ഉപയോഗിക്കുന്നത് നമ്മൾ കൈ ഉപയോഗിച്ച് മുറിക്കുന്ന ഒരു വാളാണ്. ഹാൻഡ്സോ എന്നാണ് നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇനി ഒറ്റയാളും കൂടെയുള്ളൂ, ഒരു ഡോക്ടറാണ് അവിടെ നിൽക്കുന്നത്. ഡോക്ടർമാർ കുട്ടികളാവുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ്. ഡോക്ടർ ഹാസ് എ സ്റ്റെതസ്കോപ്പ്. അപ്പോൾ ആ ഒരു സ്റ്റെതസ്കോപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ഇത്രയുമാണ് മാച്ച് ദ ഫോളോയിങ്ങിലെ വരിക. ആക്ടിവിറ്റി 2 ഫിനിഷ് ആയിട്ടില്ല. ആക്ടിവിറ്റി 2വിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ജോബ്സും അതിൻ്റെ ടൂൾസും പേരെഴുതാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് ബാർബർ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു, സിസറാണ് ബാർബർ ഉപയോഗിക്കുക. സിസർ എന്ന് പറഞ്ഞാൽ കത്രിക എന്നാണ് അർത്ഥം. മെക്കാനിക് ഉപയോഗിക്കുന്നത് പൈപ്പ് റഞ്ചാണ്. പൈപ്പ് റഞ്ച് എന്ന് വെച്ചാൽ ടൈറ്റ് ആക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, പൈപ്പ് റഞ്ച് എന്ന് പറയുക. ഇനി നോക്കിക്കഴിഞ്ഞാൽ സ്വീപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, അടിച്ചു വരുന്ന ആളാണ്. അവരുപയോഗിക്കുന്നത് ചൂലാണ് അല്ലെങ്കിൽ ബ്രൂം. ഇനി കാർപ്പൻറ്റർ ഉപയോഗിക്കുന്നത് എന്താ, ഷോ അല്ലെങ്കിൽ ഹാൻഡ് ഷോ എന്ന് പറയാം. ഈ നമ്മൾ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വാളിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹാൻഡ് ഷോ എന്ന് പറയുക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് ആയിട്ടുള്ളത് പെയിൻറ്ററാണ്. പെയിൻറ്റർ ഉപയോഗിക്കുന്നത് പെയിൻറ്റ് ബ്രഷാണ്. ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുമെന്ന് ആദ്യമേ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ അവിടെ നമ്മൾ കാണുക. ആക്ടിവിറ്റിയുടെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഫിൽ ദ ഫോളോയിങ് ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോബ്സ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ദേ ഡു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ട്രീറ്റ്സ് ദ പേഷ്യൻ്റ് ആണ്. ടീച്ചർ എന്താണ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടീച്ചർ സ്റ്റുഡൻസ്, കുട്ടികളെ പഠിപ്പിക്കുന്നു. പെയിൻറ്റർ എന്ത് ചെയ്യുന്നു, പെയിൻറ് അറൗണ്ട്, ചുറ്റും എന്ത് ചെയ്യുന്നു, പെയിൻറ് ചെയ്യുന്നു. സ്വീപ്പർ എന്ത് ചെയ്യുന്നു, സ്വീപ്സ് ആൻഡ് ക്ലീൻ ദ ഫ്ലോർ, അവര് നിലം തുടക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.